ഈ ഒരു സംഭവം മാത്രമല്ല, ഇതിനു മുമ്പ് നമ്മൾ പത്രത്തിലും ടി വിയിലൊക്കെ കണ്ട ഒരു പരമാവധി സംഭവം ഈ ഡ്രഗ്സിന് ലഹരിക്ക് അടിമയിൽ നിന്ന് എന്തും ചെയ്യാം. ദൈവത്തിന്റെ സ്വന്തം നാട് കുട്ടിക്കുറ്റവാളികളുടെ സ്വന്തം നാടായി മാറുന്നുവോ? വർദ്ധിച്ചു വരുന്ന കൊലപാതകങ്ങൾ ഉദാഹരണങ്ങൾ. ജനങ്ങളുടെ അഭിപ്രായങ്ങളിലേക്ക്. പൊതുവെ തലസ്ഥാനം ഇപ്പോൾ കുറേ കൊച്ചു കുട്ടികൾ ചില ഭാഗങ്ങളിൽ ചില ഈ മദ്യത്തിനും കഞ്ചാവ് പോലുള്ള ഇത് മദ്യത്തിൻ്റെ ആണോ അതല്ല അതിനേക്കാളും കൂടിയ ലഹരിയുടെ സ്വാധീനത്തിലാണോ എന്നൊക്കെ നമുക്ക് സംശയിക്കേണ്ടി വരും. ഇത്രയും ക്രൂരം മൃഗീയത എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ പോലും തോറ്റുപോകുന്ന, നമ്മളതിൻ്റെ വിഷ്വലൊക്കെ കണ്ടു ആ സംഭവം നടക്കുന്നത്. മരണപ്പെട്ടതിന് ശേഷവും ഹോളോബ്രിക്സ് കല്ലുകൊണ്ട് തലയ്ക്കടിച്ച് ഉറപ്പ് വരുത്തുകയാണ്. ഇതെവിടെ ചെന്ന് നിൽക്കും നമ്മുടെ സ്ഥലം? ഇത് തീർച്ചയായിട്ടും ഇതിനകത്ത് ലഹരിയുടെ സാന്നിധ്യം തീർച്ചയായിട്ടും ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് യുവതലമുറ കുട്ടികൾ, വളർന്നു വരുന്ന കുട്ടികൾ ഇത്രയും മൃഗീയതമായ ഒരു സ്വഭാവം അവരുടെ മനസ്സിലേക്ക് വന്നു ചേർന്ന് എന്തുകൊണ്ടാണ്? സ്വാഭാവികമായിട്ടും അത് സമൂഹത്തിലെ ഇന്നത്തെ വന്നിട്ടുള്ള ആ മൂല്യച്യുതിയാണോ? മൂല്യച്യുതിക്കായിരിക്കാം. കാരണം പിന്നെ പുതിയ ഫാമിലിയിൽ നിന്നുള്ള ഏതെങ്കിലും രീതിയിലുള്ള അവരുടെ ജീവിത സാഹചര്യം കൊണ്ടും ആയിരിക്കാം. അപ്പം അതുകൊണ്ടായിരിക്കുമല്ലോ ഇവർ ലഹരിയിലേക്ക് പോകുന്നത്. ലഹരി ആയിരിക്കാം, പിന്നീട് അവരെ മറ്റേ ഈ തെറ്റുകളിലേക്ക് വീണ്ടും പോകാൻ സാധ്യത. എങ്കിലും വളരെയധികം പൈശാചികമായ ഒരു അവസ്ഥയിലോട്ട് നമ്മുടെ നാട് പോവുകയാണ്. അപ്പോൾ ഇതിനെന്താണ് പ്രതിവിധി? എങ്ങനെയാണ് ഇതിൻ്റെ പ്രതിരോധി? അധികാരികൾ അതിനെപ്പറ്റി ആലോചിച്ച് എന്താണ് ഇതിനെ പ്രതിവിധി എന്നുള്ളതിനെപ്പറ്റി ശിക്ഷാവിധികൾ കുറഞ്ഞു പോയെന്ന് ബോധവൽക്കരണം അതുപോലുള്ള കാര്യങ്ങളെ പറ്റി ചിന്തിക്കണം. അല്ല, ശിക്ഷാവിധികൾ കുറഞ്ഞു പോയെന്നൊരു സംശയമുണ്ടോ? അതിനകത്ത് ധാരണ ഉണ്ടോ? ഇത് കടുത്ത ശിക്ഷയാണ് കൊടുക്കുക. നമുക്ക് ഇന്ത്യൻ പീനൽ കോഡിൽ പറഞ്ഞിട്ടുള്ള ശിക്ഷയെ കൊടുക്കാൻ കഴിയും. പുതുതായിട്ട് ഇതിനൊരു ശിക്ഷ, പുതിയൊരു ശിക്ഷയൊന്നും എന്തായാലും കൊടുക്കാൻ പറ്റില്ല. കാരണം പ്രായപൂർത്തിയാകാത്ത കുട്ടികളാവുന്ന അവർക്ക് കൊടുക്കാവുന്ന മാക്സിമം പരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെ ബോധവൽക്കരണമായിരിക്കും ഏറ്റവും കരണീയമായ മാർഗം. സ്കൂൾ തലത്തിൽ അത് ചെയ്യണം. പിന്നെ പ്രത്യേകിച്ച് വീടുകളിൽ തന്നെ അതിൻ്റെ നല്ലൊരു ഇതുണ്ടാവണം. ജീവിത സാഹചര്യങ്ങളിൽ വ്യത്യാസം ഇതൊന്നും ഉണ്ടായിട്ടുണ്ട്. അനാവശ്യമായിട്ട് കുട്ടികളുടെ ലഹരിയാണോ ഇതിന് പ്രധാനം? ലഹരി ആയിരിക്കാനായിരിക്കുമല്ലോ സാധ്യത. ഇത് ഏറ്റവും കൂടുതൽ അവർ ലഹരിയിൽ ഈ കൊച്ചു കുട്ടികളെ ലഹരിയിലേക്ക് പോകാതിരിക്കാനുള്ള ബോധവൽക്കരണം കാര്യങ്ങളും ഉണ്ടാക്കിയെടുക്കാനൊക്കെ ഉണ്ട്. അത് സ്കൂൾ തലത്തിലും സ്കൂളിൽ പോകാത്ത കുട്ടികളെ സ്കൂളിൽ അയക്കാനുള്ള കാര്യങ്ങൾ എല്ലാം അധികൃതരുടെ ഭാഗത്ത് തന്നെ നല്ല രീതിയിലുള്ള ഇടപെടലുണ്ടാകണം. മൃഗീയമായി കൊല്ലപ്പെട്ടു ഇവിടെ കരുമത്ത് 4-5 വിദ്യാർത്ഥികൾ കൂടിച്ചേർന്ന് ക്രൂരമായി കൊലപ്പെടുത്തി. അത് മരണപ്പെട്ടു എന്ന് ഉറപ്പുവരുത്താൻ ഹോളോബ്രിക്സ് കല്ലുകൊണ്ടടിച്ചുകൊണ്ടാണ് നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടത്. വളരെ ക്രൂരമായൊരു എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു നമ്മുടെ നാട്ടിലെ? എന്തുകൊണ്ട് വരുന്നതെന്ന് ചോദിച്ചാൽ പത്രത്തിലുള്ളത് ഞാൻ ഫ്രാങ്കായിട്ട് പറയൂ. അതായത് ഈ മരിച്ച ഇവൻ്റെ കൂട്ടുകാരും ഈ മറ്റേ ഓപ്പോസിറ്റുള്ള പാർട്ടിയും തമ്മിൽ ഇലക്ഷൻ്റെ അന്ന് രാത്രി പാപ്പനും കൂടെ ബാറിൽ വെച്ച് ഒരു പ്രശ്നമുണ്ടായി. അതിൽ ഇവന്മാർ തമ്മിൽ അടിപിടിയൊക്കെ ഉണ്ടായി. ആ ഒരു വെഞ്ചൻസാണ് ഇവർ പറയുന്നത്. കേസിനാസ്പദമായ സംഭവം അതായത് മർഡറിന് ആസ്പദമായ സംഭവം. പക്ഷേ ഒരു കുട്ടികളുടെ മനസ്സിലും ഇത്രയും ക്രൂരമായ ഒരു കൊലപാതകത്തിന് പ്രേരിപ്പിച്ച ഘടകം എന്താണെന്നുള്ളതാണ്. അവിടെ ചുറ്റുപാട് പത്രത്തിലുള്ള എഴുതിയിരിക്കുന്ന പോലെ ഡ്രിങ്ക്സ് ആൻഡ് ഡ്രഗ്സും ഈ പിടികിട്ടിയ 5 പേരും ലഹരിക്ക് അടിമകളെന്നാണ് മനോരമ പേപ്പറിൽ അവരെ പോലീസിൻ്റെ ഒപ്പീനിയൻ. പക്ഷേ ഈ ലഹരിക്ക് അടിമപ്പെട്ട് വിദ്യാർത്ഥി സമൂഹം ഇത്രയും പൈശാചികമായ ഒരു സ്വന്തം സഹപ്രവർത്തകരെ വരെ ക്രൂരമായി കൊലപ്പെടുത്തുന്ന രീതിയിലോട്ട് പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും?
പുതിയ തലമുറയെ എങ്ങോട്ടാണ് നയിക്കേണ്ടത്? ഇതിന് ഡ്രഗ്സ് മാക്സിമം ഒരു ഇല്ലാതാക്കുക. ലഹരിക്കെതിരെയുള്ള ഒരു ബോധവൽക്കരണം വേണം. അതിപ്പം നടന്നുകൊണ്ടിരിക്കുകയാണത്, കൂടിക്കൊണ്ടിരിക്കുകയാണ്. എറണാകുളത്തും ഡൽഹിയിലൊക്കെ അതിൻ്റെ ബോധവൽക്കരണ പരിപാടിയൊക്കെ ഉണ്ട്, ഇവിടെയും നടക്കുന്നുണ്ട്. പക്ഷെ അത് ഒരു സൈഡ് നടക്കുന്നുണ്ടെങ്കിലും മറുവശത്ത് ഇതിന് നെഗറ്റീവ് പേരുള്ള സംഭവങ്ങൾ. സർക്കാരിൻ്റെ ഇതിനകത്ത് എന്തെങ്കിലും റോളുണ്ടോ ചെയ്യാൻ? എന്നിട്ട് ഇതിനകത്ത് അവരെ കൊണ്ട് കഴിയുന്നത് അവർ ചെയ്യുന്നുണ്ട്. നിയമപരമായ നടപടിക്രമങ്ങളൊക്കെ പാലിക്കപ്പെടുന്നുണ്ട്. പക്ഷെ എന്നിട്ടും കൂടിക്കൊണ്ടിരിക്കുകയല്ലേ ഇത്? കൂടിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ ഇപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ അവർ ഇവിടെ ഈ ഒരു സംഭവം മാത്രമല്ല, ഇതിനു മുമ്പ് നമ്മൾ പത്രത്തിലും ടി വിയിലൊക്കെ കണ്ട ഒരു പരമാവധി സംഭവം ഈ ഡ്രഗ്സിന് ലഹരിക്ക് അടിമയായിട്ടാണ് ഇത്രയും ക്രൂരമായിട്ടുള്ള കൊലപാതകത്തിന് വരെ തയ്യാറാവുന്നത്. സ്വയംഭവത്തിൽ ആരും ചെയ്യൂല. തീർച്ചയായിട്ടും പഴയ ഒരു എന്താ പറയുക, ഈ പകരത്തിന് പകർന്നുള്ള ഇപ്പം അത് ആ സമയത്തൊന്നും ഈ ലഹരിയിലെ ഒരു സാധ്യത ഇല്ലായിരുന്നു. ഇപ്പം ഒരു 99% 100% ലഹരിക്ക് അടിമപ്പെട്ടാണ് ഇവർ ചെയ്യുന്നത്. അതിപ്പം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അവർ ബോധവൽക്കരണം തന്നെയാണ് അതിൽ അനിവാര്യം. ഗവൺമെൻറ്റിനെ കൊണ്ട് അതിലേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ആൾക്കാർ ഇപ്പം എല്ലാ സ്ഥലത്തും ഇത് സുലഭമായിട്ട് കിട്ടുന്നുണ്ട്. അതിപ്പോൾ ഇവിടെ മാത്രമല്ല, എന്തുമാത്രം ഇത് ചെയ്താലും ബോധവൽക്കരണം ചെയ്താലും സുലഭമായി ലഭിക്കുന്നുണ്ട് കൂടിയ തരം ലഹരി പദാർത്ഥങ്ങൾ. അതാണ് ഈ പറയുന്നത്. മറ്റേ DJ പാർട്ടിയിലും കാര്യങ്ങളിലെല്ലാം ഒരു കൂടുതലും പത്രത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഈ സ്റ്റാമ്പ് എന്ന് പറഞ്ഞ ഒരു നാവിൽ വയ്ക്കുന്ന ഒരു 2 ദിവസം 48 മണിക്കൂർ അല്ല 72 മണിക്കൂർ വരെ അവന് ഒരു എന്താ പറയാ ലഹരി കിട്ടും. അവൻ കട്ടിൽ നിന്ന് എണീക്കത്തില്ല. പിന്നെ അവന് അത് കിട്ടാതാകുമ്പോഴാണ് അവൻ കൂടുതലും ആക്രമണസക്തനാവുന്നത്. പിന്നെ അത് 4000 രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന ആൾക്കാരും ഉണ്ട്. പിന്നെ താഴെ തട്ടിലുള്ളവൻ ചെറിയ തോതിൽ വാങ്ങിക്കുന്നുണ്ട്. ഇപ്പൊ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം CM-ന്റെ ഭാഗത്ത് നിന്നും ബാക്കിയുള്ള പോലീസ് ഓഫീസേഴ്സിന്റെ ശക്തമായ നടപടികൾ ഉണ്ടാവണം ഇതിനകത്ത്. ബോധവൽക്കരണം ഒരു സൈഡ് നടന്നോട്ടെ. ബോധവൽക്കരണം നടക്കുന്നുണ്ട്. ഇവരെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു നല്ല ഒരു സമീപനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇനിയും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം. നോക്കാം, നമുക്ക് കാത്തിരുന്ന് കാണാം. നേരത്തെ ഒരു ഇഷ്യൂ ഇതുപോലെ ഉണ്ടായതല്ല, അതിന്റെ കേസും കാര്യങ്ങളും അതേ പ്രതികൾ തന്നെയാണെന്ന് പറയുന്നു. കുട്ടികളുടെ ഇടയിൽ ഇത്രയും കുറ്റവാസന കൂടുമ്പോൾ നമ്മൾ അതിനകത്ത് ബോധേഡാവേണ്ട കാര്യമുണ്ട്. അതിപ്പം സ്വാഭാവികമായിട്ട് പറയുകയാണെങ്കിൽ ഡ്രഗ്സ് ഇവിടെ സുലഭമായിട്ട് കിട്ടുന്നുണ്ട്. അതിപ്പം ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. പിന്നെ പത്രങ്ങൾ വ്യാപകമാണ് സംഭവം. അത്രയും ക്രൂരമായ സംവിധാനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഈ ബാറിൽ വെച്ച് ഒരു നിസ്സാര പ്രശ്നം ഉണ്ടായി. ആ നിസ്സാര പ്രശ്നം കൊലപാതകത്തിലോട്ട് പോകാനുള്ള മാനസികാവസ്ഥ ഇവരിൽ എങ്ങനെ ഉണ്ടായി എന്നുള്ള കാര്യമാണ് നമ്മളെ ആരെയും ദുഃഖിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവർ കൂട്ടത്തിലുള്ള ഒരുത്തന് അടി കൊള്ളുമ്പം അവർ സ്വാഭാവികമായിട്ട് അവരെ കൂട്ടുകാരൻ പറ്റും പ്രതികരിക്കും. അങ്ങനെ പ്രതികരിച്ച് വന്നപ്പോൾ അത് ഇങ്ങനെ സംഭവിച്ചു, കൊലപാതകത്തിലേക്ക് നീങ്ങി. അത്രേ ഉള്ളൂ. അതിലിപ്പോൾ നമ്മളെ കൊണ്ട് അവരെ സങ്കടപ്പെട്ട് സംസാരിക്കാനേ പറ്റൂ. ഇവരെ കൊണ്ടുവന്ന് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഒരു 99% ഇവര് ഉണ്ടാക്കുന്നുണ്ട്. ഈ ഒരു ഇതോടുകൂടി കുറച്ചുകൂടെ പ്രതീക്ഷിക്കാം. നാട്ടില് കുറ്റവാളികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തലസ്ഥാനത്ത് ഇവിടെ സ്ഥലം തിരുവനന്തപുരമാണോ? കാസർഗോഡ്. തിരുവനന്തപുരത്തെ ഒരു സ്ഥലത്ത് കരമന ഭാഗത്താണ് ഒരു പയ്യനെ തലക്കടിച്ചു കൊലപ്പെടുത്തിയ സംഭവമൊക്കെ നമ്മൾ വാർത്തയിൽ കണ്ടു. അത് ബാറിനകത്ത് വെച്ചുണ്ടായ ചെറിയൊരു തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ്. പ്രതികളെ അറസ്റ്റ് ചെയ്തു പോലീസ്. എല്ലാം കുട്ടികളാണ്. അപ്പോൾ ഈ നാട്ടിൽ കുറ്റവാളികളുടെ എണ്ണം വർദ്ധിച്ചു വരാൻ എന്താണ് അതിന് കാരണം? സാന്നിധ്യം ഉണ്ടോ? ഉണ്ടാവാം. ലഹരിയുടെ സാന്നിധ്യം മാത്രമെന്ന് നമുക്ക് പറയാൻ പറ്റൂല. ചിലപ്പം ബാറിലുണ്ടാവുന്നത്
ഇപ്പം ലഹരി അടിമയായി കഴിഞ്ഞാൽ ചിലപ്പം ബോധം ഉണ്ടാവൂല. ആ ബോധം ഇല്ലായ്മയിൽ നിന്ന് എന്തും ചെയ്യാം. അതിൽ നിന്നാണ് കൊലപാതകം വരെ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് അതിൽ നിന്ന് മാത്രമാണെന്ന് പറയാനും പറ്റൂല. ചിലപ്പം മുമ്പത്തെ എന്തെങ്കിലും വൈരാഗ്യം കൊണ്ടാവാം. നമ്മൾ കാണുന്നത് ഇപ്പം ബാറിൽ നിന്ന് അടിയുണ്ടായി എന്ന് പറയുമ്പോൾ അത് ലഹരിന്റെ അതാണെന്ന് നമ്മൾ പ്രത്യക്ഷത്തിൽ മനസ്സിലാവുന്ന കാര്യം. അതെ, ചിലപ്പോൾ മുൻവൈരാഗ്യം ഉണ്ടാവാം. ഈ കേസ് ഏതാന്ന് എനിക്കറിയില്ല, ഈ ന്യൂസ് ഏതാന്ന് അറിയില്ല. ഞാൻ ജനറലി ആയിട്ടുള്ള ഇതാണ് പറയുന്നത്. പക്ഷേ എങ്കിലും ഒരു ഒരു ക്രൈമിലേക്ക് നമ്മളെ മനസ്സിനെ കൊണ്ടെത്തിക്കാം. പ്രത്യേകിച്ച് വിദ്യാർത്ഥി സമൂഹത്തിൽ ഈ യുവാക്കളിലോട്ട് കടന്നു വരുന്ന ടീനേജ് സമയത്തൊക്കെ ഒരു കൊലപാതകത്തിലോട്ട് എത്തിക്കുന്ന ഒരു ക്രൈം വാസന, കുറ്റവാസന ഈ അടുത്ത കാലത്ത് വർദ്ധിച്ചു വരികയാണ്. അതിലെന്താണ് ഒരു അവരെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ ലഹരിയുടെ സാന്നിധ്യം ഉണ്ടോ എന്ന് ചോദിച്ചത്. പ്രേരിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ അവർ കാണുന്ന സിനിമയിലൂടെ ആയിരിക്കാം. അതൊരു ഘടകം മാത്രമാണ്. അതിൽ നിന്ന് മാത്രം എന്ന് പറയാനും പറ്റൂല. ചിലപ്പം ഒരു മോഡസ് ഓപ്പറാൻഡി എന്ന് പറയുന്നത് അതിൽ നിന്ന് കണ്ട വിഷ്വൽസും അതിൽ നിന്ന് അവർ മനസ്സിൽ പകർത്തിയ കാഴ്ചകളൊക്കെ ആയിരിക്കാം. അപ്പം പിന്നെ ഇപ്പം യൂട്യൂബിലും റീൽസിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സിഗ്മ എന്നുള്ള രീതിക്കും ചിലപ്പം മനസ്സിൽ വന്നേക്കാം. ഞാനിങ്ങനെ ചെയ്താൽ ഒരു എന്താ പറയാ, ഒരു എല്ലാവരും ചെയ്യുന്നത് പോലെ നമ്മൾ ഒരു ഹീറോ എന്നുള്ള പരിവേഷം കിട്ടും. പക്ഷെ എങ്കിലും ഇതൊരു അപകടകരമായ അവസ്ഥയിലല്ലേ പോകുന്നത്? അതെ അല്ലേ? അതിനെന്താണ് പ്രതിവിധി എന്ന് പറയാനുണ്ടെങ്കിൽ ലോ ആൻഡ് ഓർഡർ തന്നെയാണ്. എല്ലായിടത്തും ഇപ്പം പോലീസിന് എത്തിച്ചേരാൻ പറ്റുന്ന ഇടങ്ങളുണ്ട്, എത്താൻ പറ്റാത്ത ഇടങ്ങളുണ്ട്. പോലീസിന്റെ പരമാവധി എന്തായാലും ബാറിന്റെ അകത്ത് എന്തായാലും സെക്യൂരിറ്റി നിൽക്കാൻ പറ്റൂല പോലീസിന്. ബാർ എന്ന് പറയുന്നത് ഇപ്പൊ സർക്കാർ തന്നെ അനുവദിച്ച് ലൈസൻസോട് കൂടി പ്രവർത്തിക്കുന്നതാണ്. അപ്പൊ എല്ലാ ബാറിലും പോലീസിന് ഇപ്പം പറ്റൂല. അപ്പം വളർന്നു വരുന്ന കുട്ടികൾക്ക് മാതാപിതാക്കളും അതിൻ്റെതായ കെയറും അതിൻ്റെതായ അത്യാവശ്യമാണ്. അതെ, പഠിക്കുന്ന സ്കൂളുകളിലായാലും കോളേജുകളിലായാലും അത് കൊടുക്കുന്നുണ്ട് എന്നാണ്. അത്യാവശ്യ കോളേജുകളിലും ക്ലാസ്സുകളിലും കുട്ടികൾക്ക് ഇത് അവയർനെസ് കൊടുക്കുന്നുണ്ട്. എന്നുണ്ടായാലും കുട്ടികളും കൂടി മനസ്സ് വിചാരിച്ചാലേ അതൊന്നൊരു ഇതുണ്ടാവും. രക്ഷകർത്താക്കളുടെ ഭാഗത്തുനിന്ന് ഒരു മുൻകരുതൽ ഇതിനകത്ത് വേണ്ടേ? കുട്ടികൾ നല്ല കുട്ടി എവിടെ പോകുന്നു, എന്ത് ചെയ്യും? അതെ, അത് ഇപ്പം ഈ ജനറേഷനിലുള്ള മാതാപിതാക്കൾ അതിൽ കെയർ നൽകുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നുള്ളത്. കുറച്ചും കൂടി നമ്മളൊക്കെ ഇപ്പം എൻ്റെ പാരൻസ് ആണെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഈ ട്രെൻഡിങ് എന്താണെന്ന് ഒരു പൊതുവിജ്ഞാനം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അവർ പണ്ട് മുതൽ കണ്ടു വളർന്ന ഈ നാട്ടുവാർത്തകളും അവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന ന്യൂസും വാർത്തകളായിരിക്കും അവർക്ക് പരിചയമുള്ളത്. അപ്പം ഈ പുറമേ നടക്കുന്നത് ചിലപ്പം ഈ ലഹരിയുടെ എന്താ പറയുക ഭീകരത ഒന്നും അറിയില്ല. എത്രത്തോളം ആ ചെയിൻ ഉണ്ടെന്നോ എത്രത്തോളം അതിൻ്റെ ഭീകരത ഉണ്ടെന്നോ അവർക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പം നമ്മൾ കുട്ടികൾ തന്നെ സ്വയം അതിൽ കൂടി നമ്മൾ തന്നെ അവയർനെസ് ജനറേറ്റ് ഉണ്ടാക്കണം. അതെ, കഴിഞ്ഞ ദിവസം തലസ്ഥാനത്ത് നടന്ന ഒരു മരണം, കുറച്ച് കുട്ടികൾ ചേർന്ന ഒരാളെ മർദ്ദിച്ചു വന്നു. ശരിക്കും അത് എന്താണ് അവരിൽ അങ്ങനെ പ്രേരിപ്പിച്ചത്? ലഹരിയുടെ സാന്നിധ്യമാണോ? ഇപ്പോഴും ലഹരിയുടെ ഒക്കെ തന്നെ ആയിരിക്കണം. ഒരു ലഹരി, പിന്നെ ഈ ഒരു സിനിമ അതൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ ക്രൈം ആയിട്ടുള്ള സിനിമകളും സിനിമ തന്നെയാണ് ഈ യങ്സ്റ്റേഴ്സിനെ കൂടുതലും ഇതിലോട്ട്. ഇപ്പോൾ ഒരു അടിപിടി നടന്നാൽ, പെട്ടെന്നൊരു സംഭവം നടന്നാൽ അതിൻ്റെ മറുപടിയായി കൊലപാതകത്തിലോട്ടാണ് പോകുന്നത്. അത് തന്നെയാണ് ഇപ്പം ഈ ആൾക്കാരിൽ ഇപ്പം ഒരു വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇപ്പം ഇങ്ങനെ ഒരു ക്ഷമിക്കാനായിട്ടുള്ള അങ്ങനെ ഒരു ടെൻഡൻസി ഇപ്പം മാറി. പെട്ടെന്ന് തന്നെ ഒരു ആക്ഷൻ ഈ രീതിയിലാണ്. ഒരാളൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ആക്ഷൻ എന്ന് പറഞ്ഞാൽ അവരെ അറ്റാക്ക് ചെയ്യുക എന്നുള്ള ആ ഒരു തോട്ടിലേക്ക് മാറിക്കഴിഞ്ഞാൽ അത് കൂടുതലും യങ്സ്റ്റേഴ്സിലും കുട്ടികളിലുമാണ് ഇത്തരം അക്രമവാസന കൂടിക്കൊണ്ടിരിക്കുന്നത്.
കുട്ടികളിൽ ഉണ്ടോ എന്നുള്ള കാര്യത്തെപ്പറ്റി എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. എനിക്ക് തോന്നുന്നു ഒരു 16, ഒരു 25 ആ ഒരു ആളുകൾക്ക് 16 മുതൽ തുടങ്ങുന്ന അതെ ആ ഒരു ഏജിലുള്ള ആൾക്കാർക്കാണ് ഇതിന് കൂടുതലൊരു പ്രേരിപ്പിക്കുന്നത്. കൂടുതലും ഈ ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ മൂവീസിൻ്റെയൊക്കെ ആ ഒരു അമിതമായിട്ടുള്ള സാന്നിധ്യം, ക്രൈം ആയിട്ടുള്ള ആ ഒരു സ്റ്റോറീസ്, ഇതൊക്കെയാണ് ഇവരെ കൂടുതലും സ്വാധീനിക്കുന്നതെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇതിനെന്താണ് പ്രതിവിധി? സർക്കാരിനോ പൊതുസമൂഹത്തിനോ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ ഇതിനകത്ത്? സർക്കാരിന് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള മൂവീസൊക്കെ ഒരു റിവ്യൂ നടത്തിയതിന് ശേഷം അതൊക്കെ അങ്ങനെ ഇറങ്ങാൻ സമ്മതിക്കാത്ത രീതിയിൽ അതൊന്ന് ബാൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇവരിലേക്ക് ഒരു അവയർനെസ്, പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വീട്ടിൽ നിന്ന് തന്നെ ഒരു ചൈൽഡ്ഹുഡ് മുതൽ തുടങ്ങേണ്ട ഒരു ഇതാണ്. ഈ രീതിയിൽ അവരുടെ പാരൻറ്റിങ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർ നല്ല രീതിക്ക് പോകുന്നുണ്ട്. കുറേ ആളുകളിലേക്ക് ഒരു ബിഹേവിയർ പ്രോബ്ലംസ് ഒക്കെ ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വീട്ടിൽ നിന്നുള്ള ഒരു പ്രോബ്ലംസ് ഒക്കെ തന്നെ ബോധവൽക്കരണം തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതുണ്ട് ഈ കാലഘട്ടത്തിൽ. അല്ലെങ്കിൽ ഇങ്ങനെ ക്രൈം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടിക്കൊണ്ടിരിക്കുമെന്ന് മാത്രമല്ല സമൂഹത്തിൽ മൊത്തത്തിൽ അത് ബാധിക്കും. മൊത്തത്തിൽ അതൊരു ഫ്യൂച്ചറിലേക്ക് ഒരു ഭയങ്കര ഒരു അപകടത്തിലോട്ടാണ് പോകുന്നത്. തീർച്ചയായിട്ടും അപകടത്തിലോട്ടാണ് പോകുന്നത്. മാതാപിതാക്കൾ വരെ സുരക്ഷിതരല്ല. മാതാപിതാക്കൾ സുരക്ഷിതരല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാളിൻ്റെ ഒരു കുട്ടി, ഒരു പാരൻറ്റിൻ്റെ കുട്ടി പുറത്തേക്ക് പോകുമ്പോഴത്തേക്ക് വീട്ടുകാർ വിചാരിക്കുന്നതെന്ന് ശരിക്കും നല്ല രീതിക്ക് പോകുന്നത് എന്നുള്ള ഇതാണ്. അവരെവിടെയൊക്കെയാണ് പോകുന്നത്, അവരെന്തൊക്കെയാണ് അവർ ഉപയോഗിക്കുന്നത്, ഇപ്പോൾ ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ടോ, എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്, എന്തൊക്കെയാണ് അവരുടെ ആക്ടിവിറ്റീസ്, എന്നതിനെപ്പറ്റിയും പാരൻസിനെ അവെയർ അല്ല. അത് കഴിഞ്ഞിട്ട് ഇവർ ചെന്നൊരു ക്രൈമിൽ ചെന്ന് പെടുമ്പോഴത്തേക്കാണ് ശരിക്കും അറിയുന്നത്, അയ്യോ എൻ്റെ കുട്ടി ഇതുപോലെയൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്നുള്ള അപ്പോഴാണ് ഇവർ ചിന്തിക്കുന്നത് കുറച്ചുകൂടി ഒരു കെയറിങ് വേണ്ടതായിരുന്നു. പിന്നെ ചിന്തിച്ചിട്ട് കാര്യമില്ല, അപ്പോഴത്തേക്ക് കൈവിട്ടു പോയിരിക്കും കാര്യങ്ങൾ. ഇതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കഴിഞ്ഞ ദിവസം നടന്ന ഒരു കൊലപാതകം അതിനൊരു സൂചനയാണ്. ശരിക്കും അത് ഇല്ലാതാക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? സർക്കാരോ രക്ഷകർത്താക്കളോ? സർക്കാരിൻ്റെ ഒരു ബോധവൽക്കരണം ആവശ്യമാണ്. ബോധവൽക്കരണം സ്കൂളിൽ നിന്ന് തുടങ്ങണം ബോധവൽക്കരണം. വീട്ടിൽ നിന്ന് തുടങ്ങണോ ബോധവൽക്കരണം? നമ്മൾ വീട്ടിൽ നിന്ന് എല്ലാവരും ബോധവൽക്കരണം ചെയ്യുന്നുണ്ട്. രക്ഷകർത്താക്കൾ നമ്മൾ കൂടുതലും ഇപ്പം സ്കൂളിലാണ് പോണത്. ടൈം ഫുള്ള് സ്കൂളിലാണ്. നമ്മളൊരു ജീവിതത്തിന്റെ ഒരു ദിവസത്തിന്റെ ഏതാണ്ട് 3/4 ഭാഗവും സ്കൂളിലാണ്. അപ്പോൾ ആ സ്കൂളിൽ നമ്മൾ ബോധവൽക്കരണം കൊടുക്കുന്നത് നല്ലതാണ്. വീട്ടുകാർ നമ്മൾ വൈകിട്ട് വന്നാലും അച്ഛനും അമ്മയൊക്കെ തിരക്കായിരിക്കും. അവർക്ക് ജോലി ചെയ്ത് വരുന്നതിൻ്റെ പാടും ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് അതിൻ്റെതായ ഒരു പക്ഷേ ഇപ്പം ഇയാളൊരു ചെറുപ്പക്കാരനാണ്, സ്കൂൾ വിദ്യാർത്ഥിയാണ്, കോളേജ് വിദ്യാർത്ഥിയാണ് അല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പെട്ടെന്ന് ഒരു പയ്യന്മാരുടെ ഇടയിൽ ഒരു 10-20 വയസ്സ്, 17 വയസ്സ്, 20 വയസ്സ് സമയത്തൊക്കെ ഒരാളുമായിട്ട് ചെറിയൊരു ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ പെട്ടെന്നൊരു ദേഷ്യം വരുമ്പോൾ അവനെ തലക്കടിച്ച് കൊലപ്പെടുത്തുക എന്നുള്ള തരത്തിലോട്ട് മൈൻഡ് സെറ്റ് മാറുമ്പോൾ അതിൽ ലഹരിയുടെ സാന്നിധ്യമുണ്ടോ? അറിയാൻ കഴിയില്ല. അപ്പോൾ അതിനൊരു ശരിക്കും പറഞ്ഞാൽ അത് സ്കൂൾ തലത്തിലും ബോധവൽക്കരണം വേണം. ലഹരിയുടെ സാന്നിധ്യമാണ് കുട്ടിക്കുറ്റവാളികൾ വർദ്ധിക്കാൻ കാരണമെന്ന് ജനാഭിപ്രായം. ലഹരിയുടെ സാന്നിധ്യം എങ്ങനെയുണ്ടായി? ആരാണ് നിയന്ത്രിക്കേണ്ടത്? ബോധവൽക്കരണം അനിവാര്യമാണെന്ന് പൊതുസമൂഹം. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.